കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത കെ മനീഷ് വീണ്ടും CPIM ബ്രാഞ്ച് സെക്രട്ടറി എന്ന വാർത്തയാണ്. കണ്ണൂരിലെ വേളം സെൻറ്റർ ബ്രാഞ്ച് സെക്രട്ടറിയാണ് മനീഷിനെ ഇത് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി LCS എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഇദ്ദേഹം വന്നു. കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തുവെന്ന് മനീഷ് മൊഴി നൽകിയിരുന്നു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. ഗുഡ് മോർണിംഗ് സജോ, വിവരങ്ങൾ. SKN ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഉയർന്നു കേട്ട വിവാദമാണ് കാഫിർ സ്ക്രീൻഷോട്ട്. അത് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെട്ടു. പിന്നീട് അന്വേഷണ റിപ്പോർട്ടിൽ CPIM ഗ്രൂപ്പുകളിൽ ആണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന തരത്തിലുള്ള പോലീസ് റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു എന്ന് മനീഷ്, CPIMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായ മനീഷ് സമ്മതിച്ചിരുന്നു. ഈ കെ മനീഷ് കണ്ണൂരിലെ മയ്യിൽ വേളം സെന്റർ ബ്രാഞ്ച് സെക്രട്ടറിയായി മനീഷിനെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മനീഷ് നേരത്തെയും ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. വീണ്ടും ഈ സമ്മേളനം മനീഷിനെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. സ്ക്രീൻഷോട്ട് അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന പേജിൽ പോസ്റ്റ് ചെയ്തുവെന്ന് മനീഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു. റെഡ് ബറ്റാലിയൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്നും പിന്നീട് അത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ പോസ്റ്റ് ചെയ്തുവെന്നും മനീഷ് മൊഴി നൽകി. മനീഷിന്റെ ഈ മൊഴി പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. മനീഷ് അന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്ന് ഈ സ്ക്രീൻഷോട്ട് ലഭിക്കുന്നു. പിന്നീട് താൻ അത് ഈ പേജിൽ, താൻ അഡ്മിനായ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന പേജിൽ പോസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അതിന്റെ ആധികാരികതയിൽ സംശയമുണ്ടായതിനാൽ പിന്നീട് അത് നീക്കം ചെയ്തു എന്നും മനീഷ് മൊഴി നൽകിയിരുന്നു. അങ്ങനെ വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ച ഉയർന്നു വന്നതാണ്. കെ ശൈലജയും ഒപ്പം ഷാഫി പറമ്പിലും തമ്മിൽ ഏറ്റുമുട്ടിയ ഘട്ടത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് വലിയ രാഷ്ട്രീയ ചർച്ചയാകും. ഒടുവിൽ അതിൽ പോലീസ് റിപ്പോർട്ടിൽ CPIM പേജുകളിൽ ആദ്യം ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടുമൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നതാണ്. ആ വിവാദത്തിൽ ഉൾപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തവരിൽ ഒരാളാണ്. പക്ഷെ തനിക്ക് മറ്റൊരിടത്തു നിന്ന് ലഭിച്ചു, അത് പോസ്റ്റ് ചെയ്യുകയായിരുന്ന മൊഴിയാണ് മനീഷ് നൽകിയത്. ആ മനീഷിനെയാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേർന്നത്.